നമസ്കാരം. പാറശാല ഷാരോൺ കൊലക്കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമെന്ന് കണ്ടാണ് കോടതി പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ഈ കോടതി വിധിയെ ചുറ്റിപ്പറ്റി പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടതും വിവാദങ്ങൾക്ക് വഴിവെച്ചതുമായ പ്രതികരണം വന്നത് ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് ബി കമാൽ പാഷയിൽ നിന്നുമായിരുന്നുവെന്ന് പറയാം. പൊതുചിന്താധാരണയ്ക്ക് എതിരായ അഭിപ്രായമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത് എന്ന പേരിൽ വിമർശനവും അദ്ദേഹത്തിനെതിരെ തന്നെ ഇപ്പോൾ കടുത്തു വരുന്നുണ്ട്. അതേസമയം കേസിൽ വധശിക്ഷ നൽകേണ്ട കാര്യമില്ല എന്ന് കമാൽ പാഷ ആവർത്തിക്കുന്നുണ്ട്. വധശിക്ഷ നൽകേണ്ട കേസല്ലെന്നും പ്രതി അവൾ ആയതാൽ തന്നെ പ്രശ്നമാണെന്നും കെമാൽ പാഷ ഇപ്പോൾ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ആളുകൾ അതിവൈകാരികമായാണ് കാണുന്നതെന്നും അങ്ങനെ കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം ഇപ്പോൾ അവർക്ക് വളരെയധികം വിരുദ്ധത തോന്നുന്നതെന്നും പറയുന്നു. 2 വർഷത്തിനിടെ എത്ര പെൺകുട്ടികൾ ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സമൂഹം ചിന്തിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം എടുത്തു ചോദിക്കുന്നു. പ്രണയം നിരസിച്ചതിനും വിവാഹം നിഷേധിച്ചതിനും എത്ര പെൺകുട്ടികൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആൺപിള്ളേർ പ്രണയം നടിച്ചു ചെല്ലും, പെൺകുട്ടികൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാലും പിന്നാലെ നടക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പ്രണയം നിഷേധിച്ചതിന് ഒരുവൻ പാട്നയിൽ പോയി തോക്ക് വാങ്ങി വന്ന പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു, റോഡിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. ഇതെല്ലാം തന്നെ ഇവിടെ തന്നെയാണ് നടന്നതെന്ന് കമാൽ പാഷ പറയുന്നു. ഇത് ചെയ്തവരുടെ പേര് ആരെങ്കിലും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്നാണ് കമാൽ പാഷ ചോദിക്കുന്നത്. ഇവിടെ പ്രതി പെൺകുട്ടി ആയപ്പോൾ സമൂഹത്തിന് സഹിക്കാതെ പോകുന്നതാണെന്ന് ഇത് പറയുന്നു. ഇതിനർത്ഥം ഗ്രീഷ്മയെ ന്യായീകരിക്കുകയല്ല എന്ന് ജസ്റ്റിസ് കെമാൽ പാഷ ഉടനെ തന്നെ ഇതിന് പിന്നാലെ പറയുന്നുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ് ഗ്രീഷ്മ ചെയ്തത്. അങ്ങേയറ്റം തോന്നിയാസം തന്നെയാണ്. ഒരേതരം കുറ്റങ്ങളെ 2 കണ്ണുകൾ കൊണ്ട് കാണരുത് എന്നാണ് അവർ പറയുന്നത്. അവൾ പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് ഭീഷണിയാണെന്ന് പറയുന്നു. കാണുന്നവർക്കെല്ലാം തന്നെ അവൾ കഷായം കൊടുക്കുന്നുണ്ടോ? ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയ പയ്യൻ കഷായം കുടിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ലല്ലോ പോയതെന്ന് ചോദിക്കുന്നു. പുണ്യപ്രവൃത്തിക്ക് പോയ ഒരാളെ കൊലപ്പെടുത്തി എന്ന തരത്തിലാണ് സമൂഹം കാണുന്നത്. അതിവൈകാരികമായ പ്രതികരണമാണിത്. ഇത് പാടില്ലെന്ന് തന്നെ അഭിപ്രായം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ കേസാകെ മാറിയിരിക്കുന്നു എന്നാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം. ഷാരോൺ വധക്കേസ് ഇപ്പോൾ ഷാരോണിന്റെ തലയിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഷാരോൺ കൂടി ചെയ്ത കുറ്റമാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും നിലവിൽ പറയുന്നത്. ആ പെൺകുട്ടിയെ മാത്രം കുറ്റവാളിയായി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ ചെറിയ പ്രായമാണ്, അത് പരിഗണിക്കണം. മനം മാറ്റത്തിന് നല്ല നടപ്പിനും സാധ്യതയുണ്ടോ എന്ന് വധശിക്ഷ വിധിക്കും മുൻപ് പരിഗണിക്കണമായിരുന്നു. കൊലപ്പെടുത്താൻ ഒരുക്കിയ സാഹചര്യങ്ങളെ കുറിച്ച് വിധിയിൽ പറയുന്നുണ്ട്. അവനെ ഒരാൾ ലക്ഷ്യമിട്ടല്ല ഇത് ചെയ്തത്, മറ്റാരെയും ലക്ഷ്യമിട്ടിട്ടില്ല. ഇതൊന്നും ചിന്തിക്കാതെയാണ് ആളുകൾ പ്രതികരിക്കുന്നതെന്ന് പറയുന്നു. ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ തന്നെ കൊടുക്കണമായിരുന്നു. പഴയതുപോലെയല്ല, ഇളവ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കേസാണിതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2ാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി പാറശാല മുരിയങ്കര JP ഹൗസിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിലാണ് 1ാം പ്രതി പാറശാല മുമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്കും നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി ജഡ്ജി AM ബഷീർ തന്നെ വധശിക്ഷ വിധിച്ചത്. വധശിക്ഷയ്ക്ക് വിധിച്ചതിനു ശേഷം ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകൾ ഉണ്ടെന്ന അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി വിധിന്യായത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടി. ഗ്രീഷ്മയുടെ അമ്മാവനും 3ാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്കും 3 വർഷം തടവ് ശിക്ഷയും വിധിച്ചു. തെളിവ് നശിപ്പിച്ചതാണ് നിർമ്മലകുമാരൻ നായർക്കെതിരെയുള്ള കുറ്റം. ഗ്രീഷ്മ ചെയ്തത് സമർത്ഥമായ കൊലപാതകമാണെന്ന് പറയുന്നു. ആന്തരികാവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചതെന്ന് പിന്നീടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം തന്നെ വ്യക്തമായിട്ടുണ്ടെന്ന് പറയാം.